Interrupted genes in eukaryotes, exons and introns. പ്രോകാരിയോട്ടിക് ജീൻസിനെ അപേക്ഷിച്ചിട്ട് യൂക്കാരിയോട്ടിക് ജീൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിമാർക്കേഷൻ അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് ജീൻസിൽ കോഡിംഗ് സീക്വൻസസ് മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, നോൺ കോഡിംഗ് സീക്വൻസസും ഉണ്ടായിരിക്കും. ഈ നോൺ കോഡിംഗ് സീക്വൻസസിനെയാണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. ഇൻട്രോൺസിൻ്റെ ഡിസ്കവറി, ഇൻട്രോൺസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ സെഷനിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് യൂക്കാരിയോട്ടിക് ജീൻസ് കണ്ടെയ്ൻ നോൺ കോഡിംഗ് സീക്വൻസസ് കോൾഡ് ഇൻട്രോൺസ് ദാറ്റ് interrupt the coding sequences or exons. The introns are excised from RNA transcripts prior to their transport to the cytoplasm. അപ്പോൾ സൈറ്റോപ്ലാസത്തിലാണ് റൈബോസോം എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈബോസോമാണ് ഫൈനലായിട്ട് mRNA എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മാക്രോമോളിക്കുളിലുള്ള ജനറ്റിക് ഇൻഫർമേഷനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂക്ലിയസിനകത്തുണ്ടാകുന്ന RNA ട്രാൻസ്ക്രിപ്റ്റ് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തുള്ള ഇൻട്രോൺസ്, അതായത് നോൺ കോഡിംഗ് സീക്വൻസസ് മൊത്തമായിട്ട് ഡിലീറ്റഡ് ആകുന്നു, എക്സൈസ് ചെയ്യപ്പെടുന്നു. ഈ പ്രോസസ്സിനെ സ്പ്ലൈസിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ളൊരു സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ ആനിമേഷൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു യൂക്കാരിയോട്ടിക് ജീൻ, സ്ട്രക്ചറൽ ജീൻ കാണാൻ സാധിക്കും. ദിസ് പർട്ടിക്കുലർ ജീൻ പൊസസ് 3 exons. Exons means these portions possess coding sequences, genetic information. exon 1, exon 2, exon 3 ഇതിനകത്ത് ജനറ്റിക് കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഇടയ്ക്ക് ബിറ്റ്വീൻ exon 1 ആൻഡ് exon 2 there is a non coding stretch of DNA called intron 1. Then between exon 2 and exon 3 another non coding region is present which is called intron 2. അപ്പോൾ രണ്ട് ഇൻട്രോൺസ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, intron 1 and intron 2 with 3 exons, exon 1, exon 2 and exon 3. ഇനി ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോഴേക്കിന് യൂക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ്, ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടെയ്ൻസ് ബോത്ത് എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ് ഇൻ ദ RNA സീക്വൻസ്. അതായത് DNA-യിലുള്ള ജനറ്റിക് ഇൻഫർമേഷനെ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA സീക്വൻസ് ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഈ എക്സോൺ സീക്വൻസിനെയും ട്രാൻസ്ക്രൈബ് ചെയ്യും, ഇൻട്രോൺ സീക്വൻസിനെയും ട്രാൻസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഈ ജീനിനകത്തുള്ള എല്ലാ ഇൻഫർമേഷനും ഈ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റിന് പറയുന്നത്. ഈ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ആ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിനെ നമുക്ക് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലെങ്കിൽ ന്യൂക്ലിയർ RNA എന്നൊക്കെ പറയാം. ഇത് മെസ്സഞ്ചർ RNA അല്ല, കാരണം ഇതിനകത്ത് ഇൻട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. റൈബോസോം ഇതിനെ റീഡ് ചെയ്യുവാണെങ്കിൽ റൈബോസോമിന് ഡിഫിക്കൽറ്റി ഉണ്ടാകും. ഇൻട്രോൺസ് എന്ന് പറയുന്ന ആ പോർഷനിലുള്ള നോൺ കോഡിംഗ് സീക്വൻസസിനെ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഫൈനലായിട്ടുള്ള mRNA ഉണ്ടാകുമ്പോൾ ഈ ഇൻട്രോൺസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നടക്കുന്ന ആ മെക്കാനിസമാണ് സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. ദർ ഇസ് എ മോഡിഫിക്കേഷൻ കോൾഡ് സ്പ്ലൈസിംഗ് ഇൻ ഓർഡർ ടു റിമൂവ് ദ ഇൻട്രോൺസ് ഫ്രം ദ hnRNA ഓർ ന്യൂക്ലിയർ RNA. അങ്ങനെ ഈ ഇൻട്രോൺ 1, ഇൻട്രോൺ 2 ഫൈനലായിട്ടുള്ള mRNAയിൽ നിന്ന് ഡിലീറ്റഡ് ആവും. അപ്പോൾ അതിനെയാണ് സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. അപ്പം ഫൈനലായിട്ടുണ്ടായ ആ mRNA പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? exon 1, exon 2, exon 3 ഇത് മൂന്നും മാത്രമേ ഉള്ളൂ. ഇൻട്രോൺ 1ഉം ഇൻട്രോൺ 2ഉം ഡിലീറ്റഡ് ആയി പോയി. ഇങ്ങനെയുള്ള mRNA ആണ് പിന്നീട് റൈബോസോമുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് യൂക്കാരിയോട്ടിക് ജീൻ എക്സ്പ്രഷൻ്റെ ഒരു ജനറൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ്, ഫസ്റ്റ് RNA മോളിക്യൂൾ എന്ന് പറയുന്നത് mRNA അല്ല. അത് സ്പ്ലൈസിങ്ങിൻ്റെ ശേഷം മാത്രമേ ഉള്ളൂ mRNA ആയിട്ട് മാറത്തുള്ളൂ. ഫസ്റ്റ് പ്രോഡക്റ്റിനകത്ത് ഇൻട്രോൺസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ RNA അല്ലെങ്കിൽ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA എന്ന് പറയുന്ന ആ മോളിക്യൂളിനകത്ത് ഇൻട്രോൺസും ഉണ്ടായിരിക്കും. പിന്നീട് സ്പ്ലൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കിന് ആ ഇൻട്രോൺസ് റിമൂവ് ആവും, അങ്ങനെ mRNA ഉണ്ടാവും.